എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന മൊഡ്യൂളിലെ നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ 10ാമത്തെ അധ്യായമായ സുരക്ഷ ഭക്ഷണത്തിലും എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ തുടർച്ച കിട്ടുള്ളൂ. 7ാം ക്ലാസ് സയൻസിലെ 10ാം അധ്യായമായ സുരക്ഷ ഭക്ഷണത്തിലും എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ ഇവിടെ ഒരു കുട്ടിയുടെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. ഈ മാമ്പഴക്കാലം തീരാറായി. ഇനി നിങ്ങൾക്കൊക്കെ മാങ്ങ ലഭിക്കണമെങ്കിൽ അടുത്ത മാമ്പഴക്കാലം വരണം. എനിക്കങ്ങനെയല്ലല്ലോ. എൻ്റെ വീട്ടിൽ എപ്പോഴും മാങ്ങ അച്ചാറോ ഉപ്പു മാങ്ങയോ ഉണ്ടാകും. ഇതാ കുട്ടി ആ പക്ഷിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്. മാങ്ങാ വിശേഷങ്ങൾ. നമുക്ക് മാങ്ങയെക്കുറിച്ച് പറയാം. പഴങ്ങളുടെ രാജാവാണ് മാങ്ങ. LGS നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ്. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ്. രുചിയേറിയ എത്ര തരം മാങ്ങകളാണ് നമുക്ക് ലഭിക്കുന്നത്? നാരുകളുടെയും വിറ്റാമിനുകളുടെയും കലവറയാണ് മാങ്ങ. നാരുകളുടെയും വിറ്റാമിനുകളുടെയും കലവറയാണ് മാങ്ങ. പഴങ്ങളുടെ രാജാവാണ് മാങ്ങ. അതേപോലെ കണ്ണ്, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് മാങ്ങ ഗുണകരമാണ്. കണ്ണ്, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിനും ഗുണകരമായൊരു ഫ്രൂട്ടാണെന്ത്? മാങ്ങ എന്നുള്ളത്. മാങ്ങയുടെ ഉപയോഗം പ്രതിരോധശേഷി കൂട്ടും. മാങ്ങയുടെ ഉപയോഗം എന്ത് ചെയ്യും? രോഗപ്രതിരോധശേഷി കൂട്ടുകയും ചെയ്യും. ഇനി ഇവിടെ നമുക്ക് മാങ്ങ സുലഭമായി ലഭിക്കുന്ന മാസങ്ങൾ ഏതൊക്കെ എന്നുള്ളതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ ഓരോന്നും കേട് കൂടാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു ചിത്രം എന്നാണ് നെല്ലിക്ക ഉപ്പുവെള്ളത്തിൽ. അപ്പം നെല്ലിക്ക സൂക്ഷിക്കുന്നത് കേട് വരാതെ സൂക്ഷിക്കുന്നത് എന്തിലാണ്? ഉപ്പുവെള്ളത്തിലാണ് നെല്ലിക്ക കേട് വരാതെ സൂക്ഷിക്കുന്നത്. മാങ്ങയും ഉപ്പുവെള്ളത്തിലാണ് സൂക്ഷിക്കുന്നത്. മാങ്ങയും കേട് വരാതിരിക്കാനും ഉപ്പുവെള്ളത്തിലാണ് സൂക്ഷിക്കുന്നത്. ചെറി ആണെങ്കിലോ, ചെറി കേടുവരാതെ സൂക്ഷിക്കുന്നത് പഞ്ചസാര ലായനിയിലാണ്. ചെറി ഫ്രൂട്ട് കേടുവരാതെ സൂക്ഷിക്കുന്നത് പഞ്ചസാര ലായനിയിലാണ്. ഇനി നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് മുന്തിരി ഉണക്കിയത്. ഉണക്കൽ മുന്തിരി നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. അതുപോലെ ഉണക്കിയത് കൊണ്ട് എന്ത് ചെയ്യാം? മുളക് നമുക്ക് കൊണ്ടാട്ടാക്കിയിട്ട് ഉണക്കി സൂക്ഷിക്കാം. അതുപോലെ വറ്റൽമുളകും തന്നെ ഉണക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം, കേടുകൂടാതെ സൂക്ഷിക്കാം. പഴവും നെല്ലിക്കയും സൂക്ഷിച്ചിരിക്കുന്നത് ഒരേ ലായനിയിലാണോ? അല്ല, രണ്ടും രണ്ട് ലായനിയിലാണ്. നെല്ലിക്ക ഉപ്പ് ലായനിയിലും ചെറിപ്പഴം പഞ്ചസാര ലായനിയുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മുകളിൽ കൊടുത്തവ കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്നത് ഏതെല്ലാം രീതിയിലാണ്? ഇനി കേടുവരാതെ സൂക്ഷിക്കുന്ന രീതിയും അതിനുള്ള ഉദാഹരണങ്ങളും എഴുതാൻ പറഞ്ഞിട്ട് ഒരു കോളം തന്നിരിക്കുകയാണ്. അത് നമ്മൾ എഴുതി പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഓരോന്ന് തന്നിട്ടുണ്ട്. ഉപ്പ് ലായനിയിൽ സൂക്ഷിക്കുന്നത് നെല്ലിക്കയാണ്. ഇനി മറ്റെന്തൊക്കെ നമുക്ക് ഉപ്പ് ലായനിയിൽ സൂക്ഷിക്കാം എന്നുള്ളത് എഴുതാം. പഞ്ചസാരയിൽ സൂക്ഷിക്കുന്നതിന് ഉദാഹരണമാണ് ചെറി. ഉണക്കി സൂക്ഷിക്കുന്നതിന് ഉദാഹരണമാണ് മുളക്. ഇനി മറ്റുള്ള ഉദാഹരണങ്ങൾ നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉണക്കി വെച്ച ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാനുള്ളതിൻ്റെ രഹസ്യം അല്ലെങ്കിൽ കാരണം എന്താണ്? നമ്മൾ ഒരു സാധനം ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് കേടുവരില്ല. അതിനുള്ള കാരണം എന്താണ്? ഈർപ്പമുള്ള സാഹചര്യങ്ങളിലും ഉചിതമായ താപനിലയിലുമാണ് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുന്നത്. സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഭക്ഷണ സാധനങ്ങൾ കേടുവരുന്നത്. അപ്പോൾ ഈർപ്പമുള്ള സാഹചര്യവും അതേപോലെ ഉചിതമായ താപനിലയുമാണ് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിന് ആവശ്യം. അപ്പോൾ ഈ ഈർപ്പമുള്ള സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് ഉണക്കി സൂക്ഷിച്ചാൽ എന്ത് ചെയ്യും? ഈർപ്പമുള്ള സാഹചര്യം ഒഴിവാകും. അതുകൊണ്ട് എന്താകും? ഒരിക്കലും ഭക്ഷണ സാധനങ്ങൾ കേടുവരില്ല. ഇനി നമുക്കൊരു പരീക്ഷണം ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ഉപ്പ് ലായനിയിലും ശുദ്ധജലത്തിലും ഒരു ചേമ്പിൻ്റെ തണ്ട് ഇലയൊടയ്ക്കാൻ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഇവിടെ ഭക്ഷണ സാധനങ്ങൾ ഉപ്പിലിട്ട് വെക്കുമ്പോൾ അവയിൽ നിന്ന് മാത്രമല്ല അതോടൊപ്പമുള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്ന് പോലും ജലാംശം ഉപ്പ് വലിച്ചെടുക്കും. അപ്പോൾ ഈ ഉപ്പിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഉപ്പ് ലായനിലിട്ട് വെച്ചാൽ എന്ത് ചെയ്യും? ഭക്ഷണ സാധനങ്ങൾ ഉപ്പ് ലായനിലിട്ട് വെച്ചാൽ അവയിൽ നിന്ന് മാത്രം, അതായത് ഭക്ഷണ സാധനത്തിൽ നിന്ന് മാത്രമുള്ളതല്ല, അതിൽ ഉള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്ന് പോലുള്ള ഈർപ്പം എന്ത് ചെയ്യും? ഉപ്പ് വലിച്ചെടുക്കും. ദ്രവ്യങ്ങളിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും? സൂക്ഷ്മജീവികൾ നശിച്ചു പോകും. ഇതേ പ്രവർത്തനം തന്നെയാണ് പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുമ്പോഴും നടക്കുന്നത്. അപ്പോൾ പഞ്ചസാര ലായനിയിലാണെങ്കിലും ഉപ്പ് ലായനിയിലാണെങ്കിലും ഒരു സാധനം സൂക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ സാധനങ്ങളിൽ നിന്നുള്ള ഈർപ്പം മാത്രമല്ല, ആ സാധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്നുള്ള ഈർപ്പം വരെ വലിച്ചെടുക്കും, ഉപ്പാണെങ്കിലും പഞ്ചസാര ആണെങ്കിലും. അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ സൂക്ഷ്മജീവികൾ നശിച്ചു പോകും. ഇങ്ങനെ നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ സാധനം കേടുകൂടാതെ കൂടുതൽ കാലം നിലനിൽക്കുന്നത്. ജലാംശം ഉപ്പ് വലിച്ചെടുക്കണം. ഉപ്പാണെങ്കിലും പഞ്ചസാര ആണെങ്കിലും ജലാംശം വലിച്ചെടുക്കും. അപ്പോൾ ജലാംശം നഷ്ടപ്പെടുമ്പോൾ സൂക്ഷ്മജീവികൾ നശിച്ചു പോകും. അപ്പോൾ അനുകൂലമായ ഊഷ്മാവ് താപനിലയിലും അതുപോലെ ജലാംശവും ഉണ്ടാകുമ്പോഴാണ് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം, ഈർപ്പവും ഉണ്ടാകുമ്പോഴാണ് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഭക്ഷണ സാധനങ്ങൾ കേടുവരുന്നത്. അപ്പോൾ പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും ലായനികളിൽ സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത്. സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്നും ഭക്ഷണത്തിൻ്റെ കോശങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ഈർപ്പം വലിച്ചെടുക്കും. ഇനി ഭക്ഷ്യ പദാർത്ഥങ്ങൾ വരാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അവിടെ നടക്കുന്നത് എന്താണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവ കേടുവരാത്തത്. അപ്പോൾ വളരെ താഴ്ന്ന താപനിലയാകുമ്പോൾ നമുക്കറിയാം ഫ്രിഡ്ജിലെ താപനില എന്ന് പറയുമ്പോൾ വളരെ താഴ്ന്ന താപനിലയായിരിക്കും. വളരെ താഴ്ന്ന താപനിലയിൽ എന്ത് ചെയ്യും? സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്തായും ഭക്ഷണ സാധനങ്ങൾ വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷിക്കുമ്പോൾ കേടുവരില്ല. അതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കേടുവരാതിരിക്കാനുള്ള കാരണം. എന്നാൽ അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടുവന്ന് പോവുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് കേടുവരുന്നത് എന്ന് നോക്കാം. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയവ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ ജീർണിക്കുന്നത്. ബാക്ടീരിയ, പൂപ്പലുകൾ തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഭക്ഷണ സാധനങ്ങൾ ജീർണിക്കുന്നത്. കൂടിയ താപനിലയിൽ ഒട്ടുമിക്ക സൂക്ഷ്മജീവികളും നശിച്ചു പോകും. നമ്മൾ തിളപ്പിച്ചാൽ അല്ലെങ്കിൽ കൂടിയ താപം കൊടുത്താൽ ഈ സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു പോകും. വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾ നശിക്കുന്നില്ല എങ്കിലും എന്ത് ചെയ്യും? അവയെ പ്രവർത്തനരഹിതമാകും. വളരെ താഴ്ന്ന താപനിലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികൾ നശിക്കുന്നില്ലെങ്കിലും എന്ത് ചെയ്യും? അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ വളരെ താഴ്ന്ന താപനിലയാകുമ്പോൾ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഉയർന്ന താപനിലയാകുമ്പോൾ സൂക്ഷ്മജീവികൾ നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ രണ്ട് സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? ഭക്ഷണ സാധനങ്ങൾ കേടുവരില്ല. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ എങ്ങനെയാണ് കേടുവരുന്നത്? ബാക്ടീരിയ, പൂപ്പൽ തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരുന്നത് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ജീർണിക്കുന്നത്. ഇനി ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ വളരുന്നത് ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ബാക്ടീരിയകൾ, ചില ബാക്ടീരിയകൾ, എല്ലാതില്ല, ചില ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ വളരുന്നത് എന്ത് ചെയ്യും? ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നത് വേണ്ടിയിട്ട് ലോകാരോഗ്യ സംഘടന സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നോക്കാം. അപ്പോൾ ചില ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ വളരുന്നത് ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവ എന്തൊക്കെയെന്നുള്ളത് നോക്കാം. ഒന്നാമത്തേതാണ് ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിന് മുമ്പ് നന്നായി വൃത്തിയാക്കുക. ഭക്ഷ്യവസ്തുക്കൾ
പാകം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നന്നായിട്ട് വൃത്തിയാക്കണം. പാചകം ചെയ്തവയും ചെയ്യാത്തവയും തരംതിരിച്ച് സൂക്ഷിക്കുക. ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ പാചകം ചെയ്തതും പാചകം ചെയ്യാത്തതും എന്ത് ചെയ്യുക? തരംതിരിച്ച് തന്നെ സൂക്ഷിക്കുക. ഭക്ഷ്യവസ്തുക്കൾക്ക് യോജ്യമായ രീതിയിൽ പാചകം ചെയ്യുക. ഓരോ ഭക്ഷ്യവസ്തുവിനും അനുയോജ്യമായ രീതിയിൽ എന്ത് വേണം? പാചകം ചെയ്യാനും. സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുക. സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുക. ശുദ്ധജലവും ശുദ്ധമായ അസംസ്കൃത വസ്തുക്കളും ഉപയോഗിക്കുക. ശുദ്ധജലവും ശുദ്ധമായ അസംസ്കൃത വസ്തുക്കളും ഉപയോഗിക്കുക. അപ്പോൾ ഈ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ഒന്നുകൂടി പറയാം. ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? നന്നായി വൃത്തിയാക്കുക. പാചകം ചെയ്തവയും ചെയ്യാത്തവയും തരംതിരിച്ച് സൂക്ഷിക്കുക. ഭക്ഷ്യവസ്തുക്കൾ യോജ്യമായ രീതിയിൽ പാചകം ചെയ്യുക. സുരക്ഷിത താപനിലയിൽ സൂക്ഷിക്കുക. ശുദ്ധജലവും ശുദ്ധമായ അസംസ്കൃത വസ്തുക്കളും എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയാൻ കഴിയും. ഇനി ഇവിടെ ചക്കയുടെ കാര്യം പറയുന്നുണ്ട്. ചക്ക എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു പഴമാണ് ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചക്കയിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണ്? 100 ഗ്രാം ചക്ക എടുത്താൽ അതിൽ 23.5 ഗ്രാം എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. 1.72 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 0.64 ഗ്രാം കൊഴുപ്പുണ്ട്. വിറ്റാമിൻ സി, ഇ എന്നിവ ഉണ്ട്. വിറ്റാമിൻ സി ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്, സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം, അയേൺ, മഗ്നീഷ്യം, മാംഗനീസ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചക്കയിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ്. അപ്പോൾ ചക്ക വളരെ പോഷക മൂല്യമുള്ള ഒരു പഴമാണ്. ചക്കയിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം, അയേൺ, മഗ്നീഷ്യം, മാംഗനീസ്. ഇത്രയും കാര്യങ്ങൾ എന്തുണ്ട്? ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ മറ്റു ചില മാർഗ്ഗങ്ങൾ കൂടിയുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ നമ്മളിപ്പോൾ പറഞ്ഞ മാർഗ്ഗങ്ങളല്ലാതെ മറ്റു ചില മാർഗ്ഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് അതിൽ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗമാണ്. പ്രധാനമായും പാല് കേടുകൂടാതെ സൂക്ഷിക്കാനാണ് പാസ്ചറൈസേഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്. പാസ്ചറൈസേഷൻ എന്ന മെത്തേഡ് കണ്ടെത്തിയത് ലൂയിസ് പാസ്ചർ എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ ലൂയിസ് പാസ്ചർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് പാസ്ചറൈസേഷൻ എന്നുള്ള പേര് ഈ മെത്തേഡിന് വരാൻ കാരണം. പാല് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണിത് പാസ്ചറൈസേഷൻ. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ. 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നു. അപ്പോൾ 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കിയ ശേഷം എന്ത് ചെയ്യുക? 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? തണുപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ തണുപ്പിക്കുമ്പോൾ എന്താവും? പാലിലുള്ള സൂക്ഷ്മജീവികളുടെ കോശസ്തരം അതിവേഗത്തിലുള്ള താപവ്യതിയാനം മൂലം പൊട്ടിപ്പോകും. അങ്ങനെ അവ നശിക്കും. ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഈ രീതി ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയിസ് പാസ്ചറാണ്. അതുകൊണ്ടാണ് ഈ രീതിക്ക് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, ഒരു മാർഗ്ഗമാണിത് പാസ്ചറൈസേഷൻ. കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്ചറാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് തന്നെയാണ് ഈ പേര് പാസ്ചറൈസേഷൻ എന്നുള്ള പേര് വന്നത്. അപ്പോൾ പ്രധാനമായും പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാസ്ചറൈസേഷൻ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്? 15 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയ ശേഷം എന്ത് ചെയ്യും? പെട്ടെന്ന് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കും. ഇതാണ് പാസ്ചറൈസേഷനിൽ ഉപയോഗിക്കുന്ന രീതി. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവും? ഇതിലുള്ള സൂക്ഷ്മജീവികളുടെ കോശസ്തരം അതിവേഗത്തിൽ താപവ്യതിയാനം മൂലം പൊട്ടിപ്പോയി സൂക്ഷ്മജീവികൾ നശിക്കും. അങ്ങനെയാണ് നമ്മളിത്. അപ്പോൾ സൂക്ഷ്മജീവികൾ നശിക്കുമ്പോൾ ആ ഭക്ഷ്യവസ്തു കേടാവുന്നില്ല. അപ്പോൾ ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നതിനാണ് പാസ്ചറൈസേഷൻ എന്നുള്ള ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ലൂയിസ് പാസ്ചർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് വായിക്കാനുള്ളൂ.
പുറംതൊലി കളഞ്ഞ് വൃത്തിയാക്കിയ 1 കിലോ പൈനാപ്പിൾ അരച്ചെടുത്ത് വേവിച്ച് കുറുക്കിയെടുക്കുക. അതിലേക്ക് 500 ഗ്രാം പഞ്ചസാര ചേർത്ത് 10 മിനിറ്റ് ഇളക്കുക. അല്പം തണുത്തതിന് ശേഷം സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. പൈനാപ്പിൾ ജാം റെഡി. താല്പര്യമുള്ളവരൊന്ന് പൈനാപ്പിൾ ജാം വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് PSCക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു. ഇവിടെ ലൂയിസ് പാസ്റ്ററിൻ്റെ ചിത്രമുണ്ട്. ഇദ്ദേഹമാണ് പാസ്ചറൈസേഷൻ എന്നുള്ള മാർഗം കണ്ടെത്തിയത്. ഇനി കടലിൽ നിന്ന് അടുക്കളയിലേക്ക്, നമ്മളെ കടൽ വിഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കടൽ മത്സ്യങ്ങൾ കേരളീയരുടെ പ്രധാന ഭക്ഷ്യവിഭവമാണ്. ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും കരയിലെത്തുന്നത്. അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മത്സ്യം എത്തുന്നതിന് പിന്നെയും സമയമെടുക്കും. അപ്പോൾ ഇത്രയും ദിവസം മത്സ്യം കേടുകൂടാതെ എങ്ങനെയാണ് സൂക്ഷിക്കുക? അപ്പം ഇങ്ങനെ മത്സ്യങ്ങൾ സൂക്ഷിക്കാൻ വലിയ ശീതീകരണികൾ ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം, മാംസം തുടങ്ങിയവ കേടുകൂടാതെ സൂക്ഷിക്കുന്നത്. അപ്പോൾ വലിയ ശീതീകരണികൾ അല്ലെങ്കിൽ വലിയ ഫ്രിഡ്ജുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭക്ഷ്യവസ്തുക്കൾ, മത്സ്യം, മാംസം തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് ഈ മത്സ്യം, മാംസം എന്നീ ഭക്ഷ്യവസ്തുക്കളൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വലിയ രീതിയിലുള്ള ശീതീകരണികളാണ് ഉപയോഗിക്കുന്നത്. ഈ ശീതീകരണികളിൽ നിന്ന് പുറത്തെടുത്ത് വിൽപ്പനക്ക് കൊണ്ടുപോകുമ്പോൾ മത്സ്യം ഇട്ടുവെച്ച പെട്ടികളിൽ ഐസ് കട്ടയും വെക്കും. അപ്പോൾ നമ്മൾ ഈ ശീതീകരണികളിൽ നിന്ന് എടുത്തുകൊണ്ട് പുറത്തേക്ക് വിൽപ്പനക്ക് കൊണ്ടുപോകുമ്പോൾ ആ മത്സ്യത്തിൻ്റെയൊക്കെ ബോക്സിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഐസ് കട്ടകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിന്, താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി അമോണിയം ക്ലോറൈഡ് ചേർക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മളിങ്ങനത്തെ ഐസ് നിർമ്മിക്കുമ്പോൾ, അതായത് മത്സ്യങ്ങൾ ഇടാനുള്ള ഐസ് നിർമ്മിക്കുമ്പോൾ ഈ ഐസ് പെട്ടെന്ന് തണുക്കുന്നതിനും അതുപോലെ താഴ്ന്ന താപനില നിലനിർത്താനും വേണ്ടിയിട്ട് നമ്മൾ സോഡിയം ക്ലോറൈഡ് ചേർക്കാറുണ്ട്, അമോണിയം ക്ലോറൈഡ് ചേർക്കാറുണ്ട്. പെട്ടെന്ന് താഴ്ന്ന താപനില ലഭിക്കാനും വളരെ വേഗത്തിൽ അത് ഘനീഭവിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഐസ് നിർമ്മിക്കുമ്പോൾ അതിലേക്ക് അമോണിയം ക്ലോറൈഡ് ചേർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അമോണിയം ക്ലോറൈഡ് ചേർത്ത ഐസുകളാണ് ഈ മീനിലേക്ക് പൊട്ടിച്ചിട്ടത് എന്നെങ്കിൽ നമ്മൾ ആ മീൻ കിട്ടിയാൽ നന്നായിട്ട് ശുദ്ധവെള്ളത്തിൽ കഴുകണം. ഈ അമോണിയം ക്ലോറൈഡ് എന്ന സാധനം ശരീരത്തിന് വളരെ ദോഷകരമായ ഒരു സാധനമാണ്. അതുപോലെ പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ പ്രാണികൾ നശിപ്പിക്കാതിരിക്കാൻ അതിൽ കീടനാശിനികൾ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പഴങ്ങളും പച്ചക്കറികളൊക്കെ വീട്ടിൽ കൊടുന്നാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം അതിൽ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കേടുള്ള വസ്തുക്കളാണ് ഈ കീടനാശിനികൾ. ഇനി പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങളുണ്ട്. ഇത് വായു കടക്കാതെ തന്നെ സൂക്ഷിച്ച് വെക്കണം. ഇല്ലെങ്കിൽ വായുവിൽ തുറന്നു വെച്ചാൽ അതിൽ പെട്ടെന്ന് പൂപ്പൽ, ഫംഗസൊക്കെ വരും. അപ്പോൾ വായുവിൽ കൂടി നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രെഡ്, ബിസ്ക്കറ്റ് എന്നിവയൊക്കെ പാക്കറ്റഡ് പ്രോഡക്റ്റ് ഉണ്ട്, പാക്കറ്റിൽ വരുന്നത്. ഇവ വായുവിൽ തുറന്നു വെക്കാൻ പാടില്ല. വായുവിൽ തുറന്നു വെച്ചാൽ പൂപ്പൽ വരും. വായുവിൽ കൂടിയാണ് പൂപ്പലിന് കാരണമായ ലേണുക്കൾ അല്ലെങ്കിൽ സ്പോർസ് ബ്രെഡിലെത്തും. നമ്മൾ ബ്രെഡ്, ബിസ്ക്കറ്റൊക്കെ വായുവിൽ തുറന്നു വെച്ചാൽ വായുവിൽ കൂടിയാണ് പൂപ്പലിന് കാരണമായ രേണുക്കൾ അല്ലെങ്കിൽ സ്പോർസ് ബ്രെഡിലെത്തുന്നത്. അപ്പോൾ ഇങ്ങനെ വായുവിൽ തുറന്നു വെച്ചാൽ പെട്ടെന്ന് കേടുവന്നു പോകുന്ന പ്രൊഡക്റ്റുകളാണ് ബിസ്ക്കറ്റും അതുപോലെ ബ്രെഡ് എന്നിവയൊക്കെ. പാക്കറ്റുകളിൽ സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്? നമ്മുടെ പാക്കറ്റുകളിൽ സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളും ഏതൊക്കെ പ്രൊഡക്റ്റിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. വായു കടക്കാത്ത വിധം പാക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് ഉദാഹരണമാണ് ബിസ്ക്കറ്റ്, ബ്രെഡ്. ബിസ്ക്കറ്റ്, ബ്രെഡ് എന്നിവ വായു കടക്കാത്ത രീതിയിൽ പാക്ക് ചെയ്യും. കാരണം അവ വായുവിൽ തുറന്നു വെച്ചാൽ ഈ ഇത് വന്നിട്ട് പൂപ്പൽ ഉണ്ടാവും. വായുവിൽ തുറന്നു വെച്ചാൽ വളരെ വേഗത്തിൽ അതിന് പൂപ്പൽ പിടിക്കും. അപ്പോൾ വായു കടക്കാത്ത വിധം പാക്ക് ചെയ്യുന്നതിന് ഉദാഹരണമാണ് ബിസ്ക്കറ്റ്, ബ്രെഡ്. ഇനി വായു നീക്കം ചെയ്ത് പാക്ക് ചെയ്യുന്നതിന് ഉദാഹരണമാണ് ബദാമും കശുവണ്ടിപ്പരിപ്പും. വായു നീക്കം ചെയ്തുകൊണ്ട് പാക്ക് ചെയ്യുന്നതിന് ഉദാഹരണമാണ് ബദാമും കശുവണ്ടിപ്പരിപ്പും. ഇനി പാക്ക് ചെയ്ത ശേഷം അണുവിമുക്തമാക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ടിന്നിലടിച്ച ഭക്ഷ്യവസ്തുക്കൾ. പാക്ക് ചെയ്തതിന് ശേഷം അണുവിമുക്തമാക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ടിന്നിലടച്ച ഭക്ഷ്യവസ്തുക്കൾ. ഇപ്പോൾ ഏതൊക്കെയാണ്? ബിസ്ക്കറ്റ്, ബ്രെഡ് തുടങ്ങിയവ വായു കടക്കാത്ത വിധം പാക്ക് ചെയ്യും.
വായു നീക്കം ചെയ്ത് കണ്ട് പാക്ക് ചെയ്യുന്നവയാണ് കശുവണ്ടി, ബദാം എന്നിവയൊക്കെ. എന്നാൽ പാക്ക് ചെയ്ത ശേഷം അണുവിമുക്തമാക്കുന്നതാണ് ടിന്നിലടച്ച ഭക്ഷ്യ പദാർത്ഥങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യ്, ജാം, അച്ചാർ എന്നിവയൊക്കെ. നെയ്യ്, ജാം, അച്ചാർ എന്നിവയൊക്കെ അതിൻ്റെ കുപ്പികൾ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് അറിയാം. അപ്പോൾ ഇതാണ് ഈ ടിന്നിലടച്ച എന്ത് ചെയ്യും, പാക്കിങ്ങിന് ശേഷമാണ് അണുവിമുക്തമാക്കുന്നത്. പാക്ക് ചെയ്ത ശേഷമാണ് ഇതൊക്കെ അണുവിമുക്തമാക്കുന്നത്. ഇനി പ്രിസർവേറ്റീവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും നോക്കുക. കൃത്രിമമായിട്ടുള്ളതും നാച്ചുറലായിട്ടുള്ള പ്രിസർവേറ്റീവുകളുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിസർവേറ്റീവുകൾ എന്ന് പറയുന്നത്. ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന ഭക്ഷ്യവസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിസർവേറ്റീവുകൾ എന്ന് പറയുന്നത്. പ്രിസർവേറ്റീവ് നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിദത്തമായ പ്രിസർവേറ്റീവുകൾക്ക് ഉദാഹരണമാണ് ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, എണ്ണ, വിനാഗിരി എന്നിവയൊക്കെ എന്താണ്, ദീർഘകാലം ഭക്ഷണ വസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവയെല്ലാം പരമ്പരാഗത പ്രിസർവേറ്റീവുകളാണ്. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായ പ്രിസർവേറ്റീവുകൾക്ക് ഉദാഹരണമാണ് ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, എണ്ണ, വിനാഗിരി എന്നിവ. പ്രിസർവേറ്റീവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ ഇരിക്കാൻ ചേർക്കുന്ന വസ്തുക്കളെയാണ് എന്ത് പറയുന്നത്, പ്രിസർവേറ്റീവുകൾ. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതിരിക്കാൻ ചേർക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. പാരമ്പര്യ പ്രിസർവേറ്റീവ്സുകൾക്ക് ഉദാഹരണമാണ് എന്ത്, ഉപ്പ് ലായനിയും പഞ്ചസാര ലായനിയും എണ്ണ, വിനാഗിരി എന്നിവയൊക്കെ എന്താണ്, പാരമ്പര്യ പ്രിസർവേറ്റീവുകൾക്ക് ഉദാഹരണമാണ്. ഇനി കൃത്രിമമായിട്ടുള്ള ചില പ്രിസർവേറ്റീവുകളുണ്ട്. അവക്ക് ഉദാഹരണമാണ് എന്ത്, സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം സൾഫേറ്റും. അപ്പോൾ പ്രിസർവേറ്റീവുകളായിട്ട് ചില കൃത്രിമ രാസവസ്തുക്കൾ നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ കൃത്രിമമായ പ്രിസർവേറ്റീവ്സിന് ഉദാഹരണമാണ് സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം സൾഫേറ്റും. സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം സൾഫേറ്റും എന്താണ്, കൃത്രിമമായിട്ടുള്ള പ്രിസർവേറ്റീവ്സിന് ഉദാഹരണമാണ്. ഇനി മായം ചേർക്കുന്നതിൻ്റെ കുറച്ച് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ആഹാര വസ്തുക്കളിൽ എന്ത് ചെയ്യും, അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരം ഇല്ലാത്തതുമായ മറ്റു വസ്തുക്കൾ കലർത്തുന്നതാണ് നമ്മൾ മായം ചേർക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മായം ചേർക്കൽ എന്ന് പറഞ്ഞാൽ, ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും അതുപോലെ വില കുറഞ്ഞതും ഗുണനിലവാരം ഇല്ലാത്തതുമായ മറ്റു വസ്തുക്കൾ ചേർക്കുന്നതാണ് എന്ത്, മായം ചേർക്കൽ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പാലിൽ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ചേർക്കൽ മായം ചേർക്കലാണ്. മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കുന്നത്, അതേപോലെ കാപ്പിപ്പൊടിയിൽ പുളിങ്കുരു തോട് പൊടിച്ച് ചേർക്കുന്നതൊക്കെ എന്താണ്, മായം ചേർക്കലിന് ഉദാഹരണമാണ്. ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരം ഇല്ലാത്തതുമായ മറ്റു വസ്തുക്കൾ കലർത്തുന്നതാണെന്ത്, മായം ചേർക്കൽ. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പാലിൽ വെള്ളമോ കഞ്ഞിവെള്ളമോ ചേർക്കുന്നത് മായം ചേർക്കലാണ്. അതുപോലെ മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കുന്നതും കാപ്പിപ്പൊടിയിൽ പുളിങ്കുരി തോട് പൊടിച്ച് ചേർക്കുന്നതൊക്കെ മായം ചേർക്കലിന് ഉദാഹരണങ്ങളാണ്. ഇനി ഒരു കോളം തന്നിട്ടുണ്ട്, ഭക്ഷ്യവസ്തുവും അതിലേക്ക് ചേർക്കുന്ന മായവും ആ മായം കാരണം ഉണ്ടാകാനിടയുള്ള രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ഭക്ഷ്യവസ്തുവാണ് കുരുമുളക്. കുരുമുളകിലേക്ക് മായം ചേർക്കുന്നത് എങ്ങനെയാണ്, ഉണങ്ങിയ പപ്പായ കുരു അല്ലെങ്കിൽ മിനറൽ ഓയിൽ കോട്ടിങ്. ഉണങ്ങിയ പപ്പായ കുരു അല്ലെങ്കിൽ മിനറൽ ഓയിൽ കോട്ടിങ്ങാണ് കുരുമുളകിലേക്ക് എന്ത് മായമായിട്ട് ചേർക്കുന്നത്. ഇതിൻ്റെ ആരോഗ്യ പ്രശ്നം എന്താണ്, ഉദരത്തിന് അസ്വസ്ഥത ഉണ്ടാവും, കരൾ സംബന്ധമായ രോഗങ്ങളുണ്ടാവും. ഇനി പരിപ്പിലാണെങ്കിലോ കേസരി പരിപ്പ് മായമായിട്ട് ചേർക്കുന്നു, നാഡീസ്തംഭനത്തിന് കാരണമാകും കേസരി പരിപ്പ്. ഇനി പാലിലാണെങ്കിൽ ജലവും അതുപോലെ സ്റ്റാർച്ച് അന്നജം ചെയ്യും, അപ്പോൾ അതെന്താണ്, ഗുണനിലവാരം കുറയും. മുളക് പൊടിയിലാണെങ്കിൽ ഇഷ്ടികപ്പൊടി ചേർക്കും, അത് എന്തിന് കാരണമാകും, ഉദര കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകും. പഞ്ചസാരയിലാണെങ്കിൽ ചോക്ക് പൗഡർ, റവ, നേർത്ത മണൽ എന്നിവ ചേർക്കും, ഇത് തന്നെ ഉദര കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകും. തേയിലയിലാണെങ്കിൽ കൃത്രിമ ചായം ചേർക്കും, ഇതും ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ മിക്ക മായവും ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് അതുപോലെ കരൾ സംബന്ധമായ രോഗത്തിനാണ് കാരണമാകുന്നത്. അപ്പോൾ മായം ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. അപ്പോൾ നമ്മൾ
എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കളും എന്തൊക്കെ ചേർക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന കറി പൗഡർ, ധാന്യങ്ങൾ എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ പറഞ്ഞു. അതുപോലെ വീട്ടിലുണ്ടാക്കുന്ന പൊടികളും വാങ്ങി ഉപയോഗിക്കുന്ന പൊടികളും ശേഖരിച്ച് നമ്മളോട് താരതമ്യം ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ആ വ്യത്യാസം, മായം ചേർക്കുന്നതിൻ്റെ വ്യത്യാസം. ഇനി പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സൊസൈറ്റികളിലൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്ററിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലാക്ടോമീറ്റർ. അപ്പോൾ പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ലാക്ടോമീറ്റർ. പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ലാക്ടോമീറ്ററാണ്. പാലിൽ ഏതെല്ലാം വസ്തുക്കളൊക്കെയാണ് സാധാരണ കലർത്താറുള്ളത്? വെള്ളം, അതേപോലെ കൊഴുപ്പ് കൂടുന്നതിന് അന്നജവും ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ലാക്ടോമീറ്റർ. പാലിലെ വെള്ളത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ, അല്ലെങ്കിൽ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ലാക്ടോമീറ്റർ ഉപയോഗിച്ചാൽ നമുക്ക് പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. സൊസൈറ്റികളിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പാലിൽ അന്നജം ചേർക്കാറുണ്ട്. അപ്പോൾ അന്നജത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്യും? അയഡിൻ പരിശോധന നടത്തും. അയഡിൻ ലായനിലേക്ക്, പാലിലേക്ക് കുറച്ച് അയഡിൻ ലായനി വെറ്റിച്ചുകൊണ്ട് അതിൻ്റെ നിറം നിരീക്ഷിച്ചുകൊണ്ടാണ് എന്ത്? അയഡിൻ പരിശോധന നമ്മൾ നടത്തുന്നത്. അന്നജത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമ്മൾ പ്രീവിയസ് മൊഡ്യൂളിൽ പറഞ്ഞതാണ്. അന്നജത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നടത്തുന്ന ഒരു ടെസ്റ്റാണെന്ത്? അയഡിൻ ടെസ്റ്റ്. അപ്പോൾ അന്നജം കലർന്നു എന്നെങ്ങനെ മനസ്സിലാക്കുക? അത് ഇരുണ്ട നീല നിറമാകും. അന്നജം കലർന്നതാണെങ്കിൽ ഇരുണ്ട അയഡിൻ ചേർക്കുമ്പോൾ ഇരുണ്ട നീല നിറമാകുന്നുവെങ്കിൽ എന്താണ്? അതിൽ അന്നജം ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അയഡിൻ പരിശോധന എന്താണ് എന്നുള്ളത് നമ്മൾ അയഡിൻ ലായനി ഉപയോഗിച്ച്, പാലിലാണെങ്കിൽ പാലിലേക്ക്, ഏത് ഭക്ഷ്യവസ്തുവിലാണെങ്കിലും അതിലേക്ക് എന്ത് ചെയ്യുക? അയഡിൻ ലായനി ചേർക്കുക. അപ്പോൾ അത് ഇരുണ്ട നീല നിറമാകുന്നുവെങ്കിൽ അതിൽ അന്നജം ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അന്നജത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? നമ്മൾ ഈ ലാക്ടോമീറ്റർ വെച്ച് റീഡിങ് എടുക്കും എന്നുള്ളത് ആണ് അവിടെ പറയുന്നത്. പിന്നെ നമുക്കൊരു ലാക്ടോമീറ്റർ ഉണ്ടാക്കാം എന്നുള്ളത് അത് നമുക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി കൊടുത്തതാണ്. നമ്മൾ PSCക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു ഭാഗമാണ് എന്ത്? ലാക്ടോമീറ്റർ ഉണ്ടാക്കാം എന്നുള്ളത്. അത് ഉണ്ടാക്കേണ്ട രീതി അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഓക്കെ. നീളമുള്ള ഒരു സ്ട്രോ എടുത്ത് അതിന് ചൂടറ്റ അല്പം മടക്കി നൂൽ കൊണ്ട് കെട്ടണം. സ്ട്രോയിൽ ചെറിയ മെറ്റൽ ബോളുകൾ ഇടുക. മണലായാലും മതി. വെള്ളത്തിൽ വെച്ച് ബാലൻസ് ചെയ്ത് നോക്കുക. നേരെ നിൽക്കുന്നതിൽ 1 or 2 ചെറിയ മെറ്റൽ ബോൾ കൂടി സ്ട്രോയുടെ ഉള്ളിലേക്കിട്ട് നേരെ നിർത്തണം. ഇപ്പോൾ ഉപകരണം റെഡി. ഈ ലാക്ടോമീറ്റർ ഉപയോഗിച്ച് നേരത്തെ ചെയ്ത പരീക്ഷണം ആവർത്തിക്കുക. ഓരോ ടെസ്റ്റ് ട്യൂബിലും വെക്കുമ്പോഴും സ്ട്രോയിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള മാർക്കർ പേന കൊണ്ട് ദ്രാവക നിരപ്പ് അടയാളപ്പെടുത്താൻ. നിരീക്ഷണങ്ങൾക്കും ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ. ഇതൊക്കെ കുട്ടികൾക്കുള്ള പരീക്ഷണങ്ങളാണ്. ഇപ്പോൾ നമുക്ക് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, വെള്ളത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ എന്നുള്ള ഉപകരണമാണ്. അന്നജത്തിൻ്റെ സാന്നിധ്യം അയഡിൻ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടെത്താം. ഇനി മായം ചേർക്കൽ എന്താണ്? ഒരു സാമൂഹ്യ തിന്മയാണ്, അത് ശിക്ഷാർഹവുമാണ്. മായം ചേർക്കൽ എന്താണ്? അതൊരു സാമൂഹിക തിന്മയാണ്, അത് ശിക്ഷാർഹവും ആണ്. ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് 2006. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്നതെന്നാണ് 2006. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് വന്നത് 2006. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതൽ എടുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ നിയമം 2006 പ്രാബല്യത്തിൽ വന്നു. 2011 ഈ നിയമം പരിഷ്കരിച്ചു. ഭക്ഷ്യസുരക്ഷാ നിയമത്തിനും അനുബന്ധ ചട്ടങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ശിക്ഷാർഹമാണ്. അപ്പോൾ 2006 എന്ത് വന്നത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്നത് 2006. 2011 എന്ത് ചെയ്തു? ഈ നിയമം പരിഷ്കരിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത്? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും അതുപോലെ സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതൽ എടുക്കാനും. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതൽ എടുക്കുന്നതിനും വേണ്ടി
കൊണ്ടുവന്ന നിയമമാണെന്ത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്നത് 2006 2011 ഈ നിയമം പരിഷ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമത്തിനും അനുബന്ധ ചട്ടങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എന്താണ്? ശിക്ഷാർഹമാണ്. ഇനി കൊതിപ്പിക്കുന്ന നിറങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നമ്മളെ നിറത്തിന് വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കളെ കുറിച്ചാണ്. ആകൃതിയും നിറവും ഭക്ഷ്യവസ്തുക്കളെ കൂടുതൽ ആകർഷകമാക്കും. പല രാസവസ്തുക്കളും നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്നുണ്ട്. പാചകം ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവിലും നിറം നൽകുന്നതിന് ഉള്ള കൃത്രിമ വസ്തുക്കൾ ചേർക്കരുത്. ബേക്കറി ഇനങ്ങളിലാണ് സാധാരണ ഇത്തരം രാസവസ്തുക്കൾ ചേർക്കാറുള്ളത്. അനുവദനീയമായതിലും കൂടുതൽ അളവിൽ ഇവ ചേർക്കുന്നതും ഇവയുടെ നിരന്തരമായ ഉപയോഗവും കരൾ, കിഡ്നി എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിക്കും. അപ്പോൾ ഏത് ടൈപ്പിലുള്ള മായം ആണെങ്കിലും ഏത് പ്രിസർവേറ്റീവ്സ് ആണെങ്കിലും എല്ലാം എന്താണ്? കരളും ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്കുമാണ് കാരണമാവുന്നത്. ഇനി നമുക്ക് നിശ്ചിത അളവിൽ അനുവദനീയമായ രാസവസ്തുക്കൾ ഏതൊക്കെയെന്ന് നോക്കാം. ചുവപ്പ് നിറം നൽകാൻ കാർമോസിനും എറിത്രോസിനും പോൺസി-4R. അപ്പോൾ ചുവപ്പ് നിറം നൽകുന്ന ഭക്ഷണങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തുക്കളാണ് കാർമോയിസിൻ, എറിത്രോസിൻ, പോൺസി-4R. കാർമോയിസിൻ, എറിത്രോസിൻ, പോൺസി-4R. പോളിൻ്റെ കാറ് എറിഞ്ഞു, പോള് കാറുമേ എറിഞ്ഞു എന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ചുവന്ന കാറായിരുന്നു പോളിൻ്റെ കാറ്, അതെന്ത് ചെയ്തു? അതിമേ ഒരു കുട്ടി കല്ലെടുത്ത് എറിഞ്ഞു, അങ്ങനെ ഓർത്താൽ മതി. ഇപ്പോൾ ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തുക്കളാണ്, ഭക്ഷണത്തിന് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് കാർമോയിസിനും എറിത്രോസിനും പോൺസി-4Rഉം. ഇനി മഞ്ഞ നിറമാണെങ്കിൽ ടാർട്രാസിനും സൺസെറ്റ് യെല്ലോ എന്ന് നമുക്ക് പേരിൽ കിട്ടും. ടാർട്രാസിൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ടാർട്രാസിൻ മഞ്ഞ നിറം. നീല നിറം നൽകുന്നതാണ് ഇൻഡിഗോ കാർമൈനും ബ്രില്യൻ്റ് ബ്ലൂവും. ഇൻഡിഗോ കാർമൈനും ബ്രില്യൻ്റ് ബ്ലൂവും. പച്ച നിറമാണെങ്കിൽ ഫാസ്റ്റ് ഗ്രീൻ. അപ്പോൾ ഏതൊക്കെയാണ്? ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തുക്കളാണ് കാർമോസിന്, എറിത്രോസിന്, പോൺസി-4. മഞ്ഞ നിറം ടാർട്രാസിനും സൺസെറ്റ് യെല്ലോയും. നീലയാണെങ്കിലോ ഇൻഡിഗോ കാർമൈനും ബ്രില്യൻ്റ് ബ്ലൂവും. പച്ചയാണെങ്കിൽ ഫാസ്റ്റ് ഗ്രീൻ. ഈ കോളം പ്രധാനപ്പെട്ട കോളാണ്. ഇതിൽ ചുവപ്പ് നിറത്തിൻ്റെത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എറിത്രോസിൻ എന്നായിരുന്നു ഓപ്ഷനിലുണ്ടായിരുന്നത്. ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് 2 ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടുള്ള 2 അതോറിറ്റികളാണ്, അല്ലെങ്കിൽ 2 സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് എന്ത്? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി ഏതാണ്? FSSAI എന്ന് പറയുന്ന FSSAI എന്ന് ചുരുക്കപ്പേരിൽ അറിയുന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാപനമാണെന്ത്? FSSAI അഥവാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനമാണെന്ത്? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന്. അപ്പോൾ ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ള ഏജൻസി ഏതാണ്? FSSAI എന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന FSSAI ആണ് ഇന്ത്യയിൽ ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസി. അടുത്തത് പ്രധാനപ്പെട്ടതാണ് അഗ്മാർക്ക്. അഗ്മാർക്ക് എന്തിനാണ്? ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തി എന്നുള്ളതിൻ്റെ മുദ്രയാണിത് അഗ്മാർക്ക് മുദ്ര. അപ്പോൾ അഗ്മാർക്ക് മുദ്ര എന്താണ്? ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തി എന്നതിനുള്ള മുദ്രയാണെന്ത്? അഗ്മാർക്ക് മുദ്ര. അപ്പോൾ FSSAIയെ കുറിച്ച് പറഞ്ഞു. ഇനി അഗ്മാർക്ക് മുദ്ര. അഗ്മാർക്ക് മുദ്ര എന്താണ്? ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച വെർമിസെല്ലി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തി
ഉറപ്പുവരുത്തി എന്നതിൻ്റെ മുദ്രയാണെന്ത്? അഗ്മാർക്ക് മുദ്ര. ഇനി പാക്കറ്റുകളിലെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാക്കറ്റുകളിലുള്ള വിവരങ്ങൾ എന്തായിരിക്കും? എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, ഘടക വസ്തുക്കൾ അഥവാ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, MRP ഉണ്ടാവും. ഇനി അത് വെജിറ്റേറിയൻ ആണോ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആണോ എന്നുള്ളതുണ്ടാവും. സസ്യേതര വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. അതിന് ഉള്ള പോയിൻ്റാണ്. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ പാക്കിൽ എന്തായിരിക്കും? ഇതുപോലൊരു കാപ്പി കളറ് ഡോട്ട് ഉണ്ടാവും. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ കാപ്പി കളർ ഡോട്ട് ഉണ്ടാവും. വെജിറ്റേറിയൻ ആണെങ്കിലോ പച്ച കളർ ഡോട്ട് ഉണ്ടാവും. അപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ പച്ച കളർ ഡോട്ടും നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ കാപ്പി കളർ ഡോട്ടുമാണ് പാക്കറ്റുകളിൽ ഉണ്ടാകുക. പാക്കറ്റുകളിൽ നിന്ന് നമുക്ക് ഭക്ഷണങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നതിനാണ് ഇത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് 8ാം ക്ലാസ്സിലെ 2 ചാപ്റ്ററും 9ലെയും 10ലെയും ഓരോ ചാപ്റ്ററും കൂടിയാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.